ലാസ്റ്റ് ടൈം ഞാൻ ദുബായി പോയ സമയത്ത് നമ്മൾ യൂസഫ് ബൈന്റെ പെർഫ്യൂം ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, ഗോൾഡ് സൂക്കിലുള്ള. അപ്പൊ അവിടെ നമുക്ക് ഏത് കോസ്റ്റ്ലി പെർഫ്യൂമും അവര് അപ്പൊ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ ആലോചിക്കായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫ്യൂം അല്ലെങ്കിൽ സ്മെല്ല് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഈ ഒരു ബിസിനസ് മോഡൽ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി പുതിയതൊന്നുമല്ല. ഒരുപാട് ആളുകൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. യൂസഫ് ബൈ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ വ്യത്യസ്തമാക്കുന്ന പുള്ളിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയല്ലേ? എക്സാക്ട്ലി. ആക്ച്വലി ദുബായ് ബേസ് ആയതുകൊണ്ടാണ് ഇവരുടെ ഒരു ബിസിനസ് ഇത്രയും പെട്ടെന്ന് ഗ്രോ ആയതെന്ന് ഞാൻ പറയാം. കാരണം അതാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പം ജെസ്സൽ ആണെങ്കിലും അല്ലെങ്കിൽ സാൽബേ ആണെങ്കിലും ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരൊക്കെ ദുബായ് ബേസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഒരു വലിയൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് അവർ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂസഫ് ബായുടെ ഒരു 2-3 വർഷത്തെ മുന്നത്തെ റീൽസ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പുള്ളി മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും ആ ഒരു ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല് കംപ്ലീറ്റ്ലി മാറി. ഒരു സൈഡിൽ നമ്മുടെ ഒരു സെൽഫ് ബ്രാൻഡിങ് വളർന്നതിന്റെ കൂടെ ഓപ്പോസിറ്റ് സൈഡിൽ പുള്ളിയുടെ ബിസിനസിനെയും മാർക്കറ്റ് ചെയ്യണം.